ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് ഇന്ന് ടാരോട് ചോദിച്ച് നോക്കാം. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങളിപ്പോൾ അറിയണമെന്ന് ഈ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന, ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന നോക്കാം. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, സോ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. 5 ഓഫ് വാൻഡ്സ് ആണ്. ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നൊരു കാർഡുണ്ട്. 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി അത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് അതിലേക്ക് പോകാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് തന്നെ തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കാം. അത് ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കലി ഉള്ള കാര്യങ്ങളല്ല, അല്ലാതെയുള്ള വെറുതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്ത് വേണമായിരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. അത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഏത് വിധേനയും നിങ്ങളുടെ ആ ഒരു എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ച് ട്രിക്കി ആയിട്ടൊക്കെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും സംഭവം പുറത്ത് കിടക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ നിങ്ങളുടെ വളരെ അടുത്ത ആളുകളോ നിങ്ങളുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകളിൽ നിന്നുള്ള എനർജീസ്, അതുപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് വന്നേക്കാം, നിങ്ങൾക്കൊരു ഗട്ട് ഫീലിംഗ് വന്നേക്കാം, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരാം, നിങ്ങളുടെ മനസ്സിനത് മനസ്സിലായെന്ന് വരാം. സോ നിങ്ങൾ എപ്പോഴും ഒരു അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ അത് നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക.